വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മെഡിക്കൽ കോളേജ് അധ്യാപകർ തുടരുന്ന സമരത്തിന്റെ ഭാഗമായി ഇന്ന് OP ബഹിഷ്കരിക്കും. കാഷ്വാലിറ്റി, ലേബർ റൂം, ICU തുടങ്ങി അടിയന്തര ചികിത്സകൾ മുടക്കമില്ലാതെ നടക്കും. വിദ്യാർത്ഥികളുടെ തിയറി ക്ലാസുകളും ബഹിഷ്കരിക്കും. എൻട്രി കേഡർ തസ്തികയിലെ ശമ്പളത്തിലെ അപാകതകൾ ഉടൻ പരിഹരിക്കുക, PSC നിയമനങ്ങൾ ഊർജിതപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സലാം, ഇന്നിപ്പോൾ OP ബഹിഷ്കരണത്തിലേക്ക് കടക്കുകയാണ്. അടിയന്തര സേവനങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെ ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്? അമൃത, സൈഫുദ്ദീൻ, പ്രധാനമായും ഈ ഡോക്ടർമാർ കുറവുള്ള മെഡിക്കൽ കോളേജുകൾ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അത് പരിഹരിക്കുന്നതിന് ആവശ്യമായ ഡോക്ടർമാരെ നിയമിക്കുക, അതോടൊപ്പം തന്നെ ശമ്പള പരിഷ്കരണം, കൂടാതെ ഈ അടുത്ത കാലത്തായി കൂടുതലായി വർദ്ധിച്ചു വരുന്ന ഈ ഡോക്ടർമാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ, അവരുടെ സുരക്ഷ സംബന്ധിച്ച് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുക, ഈ ആവശ്യങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചാണ് ഡോക്ടർമാർ സമരത്തിലേക്ക് കടന്നിരിക്കുന്നത്. കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷനാണ് സമരത്തിലുള്ളത്. കഴിഞ്ഞ ആഴ്ചയിലും ഈ സമാന രീതിയിൽ, കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നെങ്കിൽ ഇന്ന് ചൊവ്വാഴ്ച, ഈ ആഴ്ച, അതുപോലെ വരുന്ന 5 ആഴ്ചകളിലും ഈ രീതിയിൽ സമരത്തിലേക്ക് കടക്കാൻ തന്നെയാണ് OP ബഹിഷ്കരിക്കുക. അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ ക്ലാസ് ബഹിഷ്കരിക്കുക, തിയറി ക്ലാസ് ബഹിഷ്കരിക്കുക, ആ രീതിയിലുള്ള സമരമാർഗങ്ങളിലേക്ക് കടക്കാൻ തന്നെയാണ് ഈ ഡോക്ടർമാരുടെ തീരുമാനം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വലിയ രീതിയിലുള്ള ഈ രോഗികളുടെ ഈ OP ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടിയുള്ള തിരക്ക്, ആ ക്യൂ ആണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഒരുപക്ഷെ ആളുകളൊന്നും തന്നെ സമരത്തെ സംബന്ധിച്ചുള്ള മുൻകൂട്ടി അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ജൂനിയർ ഡോക്ടർമാരുടെ സേവനം ഈ ആശുപത്രികളിൽ മെഡിക്കൽ കോളേജ് അധികൃതർ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഏതായാലും വലിയ തിരക്ക് രാവിലെ മുതൽ തന്നെ ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. രോഗികൾ, നിരവധിയായിട്ടുള്ള രോഗികൾ, കനത്ത മഴ രാവിലെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ കനത്ത മഴയിലും ക്യൂ നിന്നുകൊണ്ട് OP ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ആളുകൾ എത്തുന്ന കാഴ്ചയാണ് രാവിലെ മുതൽ തന്നെ കാണുന്നത്. ആ രീതിയിൽ വലിയ തിരക്ക് തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ളത്. ഒരുപക്ഷെ ഈ സമരം ഏത് രീതിയിൽ ആളുകളെ ബാധിക്കുമെന്നുള്ളത് വരും മണിക്കൂറുകളിൽ അറിയാൻ കഴിയും. ഏതായാലും ജൂനിയർ ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്താനുള്ള ഒരു ശ്രമം ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. എന്തായാലും മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ ഈ സമരത്തിന്റെ ഭാഗമായി ആരും തന്നെ ഈ ഡ്യൂട്ടിയിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ രീതിയിൽ സമരം പുരോഗമിക്കുകയാണ്. ഇനി ഒരു പക്ഷേ ഇത് എത്രത്തോളം ആളുകളെ ബാധിച്ചു എന്നുള്ള കാര്യമൊക്കെ തന്നെ വരും മണിക്കൂറുകളിലായിരിക്കാം ഒരുപക്ഷെ അറിയാൻ കഴിയുന്നത്. ചേച്ചി, അറിഞ്ഞിരുന്നോ? ഞാനിപ്പോ അറിഞ്ഞേ, ന്യൂസിൽ ശ്രദ്ധിച്ചില്ല. ഇപ്പൊ ഇവിടെ നിന്ന് ഇവരോട് ചോദിച്ചപ്പോ അവരാ പറഞ്ഞേ, ഇന്ന് ഞാൻ ഇന്ന് OP കാണിക്കേണ്ട കണ്ണിന് ഓപ്പറേഷൻ കഴിഞ്ഞാ ഇന്ന് വരേണ്ട ഡേറ്റാ. ഡോക്ടർ ഇല്ലെങ്കിൽ എത്ര കഷ്ടപ്പെട്ട ഇവിടെ വന്നേ, എന്താവെന്ന് അറിയില്ല. ഇല്ല, ഗ്രൂപ്പ് കണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഫോണില്, അല്ലാണ്ടൊന്നും അറിയില്ല. ബുദ്ധിമുട്ടായി. അതാണ് ഇപ്പൊ ഡോക്ടർ ഇല്ലെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 1 മാസം ആയതേ ഉള്ളൂ. ഇനിയിപ്പോ എന്താ അടുത്ത ട്രീറ്റ്മെന്റ് ഈ കണ്ണിന് ചെയ്യണം. ഇനി ആ ഡോക്ടർ നിർദ്ദേശം അനുസരിച്ച് നമുക്ക് ബാക്കി പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. OPയിലാ കാണിക്കുന്നേ, OPയിലെ ഡോക്ടറെ കാണിക്കുന്നേ. ഡോക്ടർ ഉണ്ടാവും വിചാരിക്കാം. ഞങ്ങള് കൂടഞ്ഞ് കുമ്പാറ മലയെന്നാ വരുന്നത്, കക്കാടുമ്പയില്. ദീർഘദൂരം യാത്ര ചെയ്തൊക്കെ തന്നെ ആശുപത്രിയിലെത്തുന്ന രോഗികളെയാണ് ഈ സമരം ബുദ്ധിമുട്ടിലാക്കുന്നത്. ഏതായാലും ഇവരൊന്നും തന്നെ നേരത്തെ സമരത്തെ സംബന്ധിച്ച് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയിൽ നടക്കം യാത്ര ചെയ്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയതാണ്. അവർക്ക് ഒരുപക്ഷെ ഇനി വരും മണിക്കൂറുകളിൽ ഡോക്ടറെ കാണാനും ആ രീതിയിൽ ചികിത്സ ലഭ്യമായോ എന്നുള്ള കാര്യമൊക്കെ തന്നെ നമുക്ക് അറിയാൻ കഴിയും. ഏതായാലും സമരം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഒരുപക്ഷെ ജൂനിയർ ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ സമരത്തെ നേരിടുന്നതിന് വേണ്ടിയുള്ള ശ്രമം അധികൃതരുടെ ഭാഗത്തുണ്ടാകും എന്നുള്ളത് കൂടി മനസ്സിലാക്കുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ ഇത് രോഗികളെ എങ്ങനെ ബാധിച്ചു എന്നുള്ളത് നമുക്കറിയാൻ കഴിയുമെന്നുള്ളതാണ് സൈഫുദ്ദീൻ ഇവിടെ നിന്നും നൽകാൻ കഴിയുന്ന വിവരം.